ജോൺസാറെ നമസ്കാരം. ഞാൻ ജോൺസാറിന്റെ പല വീഡിയോകളും ശ്രദ്ധിക്കുന്നുണ്ടായി. അപ്പോ മനുഷ്യ മനസ്സുകളുടെ ശക്തിക്ക് അനുസരിച്ചാണ് ലോകത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത്. മനുഷ്യ മനസ്സുകളുടെ ശക്തിക്ക് അനുസരിച്ച് പല കാര്യങ്ങളും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ഒരു വ്യക്തിക്ക് സ്നേഹം തോന്നാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും? ഓക്കെ, നമ്മളെ മനുഷ്യന്റെ ചിന്തയാണ് ശക്തി. ചിന്ത എങ്ങോട്ട് പോകുന്ന അവിടെ ശക്തി പോകും നമ്മൾ പറഞ്ഞു. ഒരു മനുഷ്യന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ആഗ്രഹമാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. മക്കളുടെ താല്പര്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞ പിതാവിന്റെ കടമയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരാളോട് സ്നേഹം വരികയാണെങ്കിൽ, ഇഷ്ടം സ്നേഹം വരുമ്പോൾ അതൊരു ആഗ്രഹമാണ്, അതൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മൾ ഇടപെടുന്ന മേഖലയിൽ ഒരു നോട്ടം കൊണ്ട്, ഭാവം കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് സ്നേഹത്തോടുകൂടി പെരുമാറുന്നു. നമുക്ക് സ്നേഹം ഒരാളോട് തോന്നുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വളരെ നന്മ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള ആളുടെ നന്മ എപ്പോഴും നമുക്ക് അവർക്ക് നല്ലത് വരട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, പിന്നെ നമ്മളായിട്ടുള്ള കൂട്ടുകാർ, ഇടപെടുന്ന മേഖലയിൽ നമുക്ക് സ്നേഹമുള്ള ആളുകളിലേക്ക് നന്മ നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു പ്രാർത്ഥനയായിട്ട് മാറും. അപ്പോൾ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയോട് ഇഷ്ടം, ഒരു സിനിമയോട് ഇഷ്ടം, സിനിമ താരത്തിനോട്, സ്പോർട്സ് താരത്തിനോട്, അങ്ങനെ ആരോടൊക്കെ ഇഷ്ടം വരുന്നു അവരിലേക്കൊക്കെ നമ്മൾ അവരുടെ നന്മ നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മുടെ ശക്തി പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പ്രാർത്ഥനയാണത്. ഇതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ അയൽപ്പക്കാർ, നമ്മുടെ കൂട്ടുകാർ, നമ്മൾ ഇടപെടുന്ന മേഖലയിലുള്ള മനുഷ്യരുടെ അവർക്കൊക്കെ നമ്മളോട് സ്നേഹം വരികയാണെങ്കിൽ, ആ സ്നേഹം വരുമ്പോൾ അവരെല്ലാവരും നമ്മുടെ നന്മ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം അവർ നമ്മളുടെ പെരുമാറ്റം കൊണ്ട് അവർക്കൊക്കെ ഇഷ്ടം വരുമ്പോൾ കോടാനുകൂടി അല്ലെങ്കിൽ ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന് ആളുകളുടെ സ്നേഹം നമ്മളിലേക്ക് എത്തപ്പെടുമ്പോൾ അത്രയും അധികം ആളുകളുടെ ഒരു പ്രാർത്ഥന എന്ന് പറയും. അവർ ആഗ്രഹിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവരെ പ്രാർത്ഥന നമ്മുടെ നന്മയാണ്. അപ്പോൾ നമ്മൾ സച്ചിനിലേക്ക്, മമ്മൂട്ടിയിലേക്ക്, രജനീകാന്തിലേക്ക് ഒക്കെ നമ്മൾ, മെസ്സി, റൊണാൾഡോയിലേക്ക് പോകും. നമ്മുടെ ആ ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് ആ ടീമിനോട് അല്ലെങ്കിൽ പ്രസ്ഥാനത്തോട് എന്ന് പറഞ്ഞാൽ ഇതേ തിരിച്ച് നമ്മളിലേക്ക് വരുന്നു. അപ്പം അത്രയധികം ആളുകളുടെ സ്നേഹം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഭാഗ്യ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ തൊട്ടതൊക്കെ പൊന്നാവുക, എന്ത് ചെയ്യുമ്പോൾ അത് വിജയിച്ചു വരിക, ഇടപെടുന്ന മേഖലയിലൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ചടി കയറ്റുണ്ടായിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മളോട് സ്നേഹം ഉണ്ടാകുന്ന മനുഷ്യർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാകുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹം പോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മളോട് വിദ്വേഷം, വെറുപ്പ്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ? ഓക്കെ, അപ്പോൾ ഈ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആഗ്രഹം ഒരു പ്രാർത്ഥന പോലെ തന്നെ. നമുക്കൊരാളോട് അസൂയ അല്ലെങ്കിൽ വിദ്വേഷം, വെറുപ്പ് വരുമ്പോൾ അതും ഒരു പ്രാർത്ഥനയാണ്. കാരണം നമുക്ക് അപ്പുറത്ത് വീട്ടുകാർ, ഇപ്പുറത്ത് വീട്ടുകാർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ളവർ, നമുക്ക് അവരോട് ഇഷ്ടമില്ല, ഒരു അസൂയ. അപ്പം നമ്മൾ അറിയാതെ തന്നെ അവരുടെ നന്മ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അവർക്ക് നല്ലത് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചില ആളോട് നമ്മൾ വെറുതെ നമുക്ക് അവർക്ക് എന്തെങ്കിലും നന്മ വരുമ്പോൾ നമുക്കൊരു സുഖമില്ല. അപ്പം നമ്മൾ അവരെ നന്മ വരാതിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും അവർക്ക് നല്ലത് വരണ്ടാണ്. അപ്പം നമ്മുടെ ചിന്ത നമ്മുടെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ചിന്ത, നമുക്ക് ബെനിഫിറ്റ് ആണ് നമ്മുടെ ചിന്ത കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയത്. ആ ചിന്ത മുഴുവൻ എന്തായി മാറുന്നു? മറ്റൊരാളുടെ നാശത്തിന് വേണ്ടി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമുക്കിട്ട് ഉപകാരമില്ല താനും, അവർക്ക് അതുകൊണ്ടിട്ട് ഒരു പ്രയോജനം ഇല്ലാത്ത പോലെയായി മാറുക. അപ്പം അങ്ങനെ കോടാനുകൂടി ആളുകളുടെ മനസ്സുകൾ എതിർപ്പ് വാങ്ങിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇഷ്ടക്കേട്, അസൂയ വരുന്ന ആളുകൾക്ക് എപ്പോഴും തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. വളരെ പ്രതിസന്ധികൾ, തടസ്സങ്ങൾ നേരിക്കൊണ്ടിരിക്കും. ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സിനിമാ നടന്മാർ തന്നെ നോക്കിയാൽ, നമ്മൾ വില്ലൻ വേഷങ്ങൾ അഭിനയിച്ച പല കഴിവുള്ള നടന്മാർക്കും നമ്മൾ ശരിക്കും നോക്കിയാൽ വളരെ പല ആളുകൾക്കും നല്ല കഴിവുള്ള നടന്മാരാണ്. പക്ഷെ അവർക്കൊക്കെ ഭയങ്കര ഒരു പ്രത്യേക സമയത്തൊക്കെ എപ്പോഴും നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുകളായിട്ട് മാറുന്നൊരു അവസ്ഥകൾ നമ്മൾ ലൈഫിൽ കാണാം. പക്ഷെ നായക നടന്മാർക്കൊക്കെ എപ്പോഴും ഭയങ്കര ബെനിഫിറ്റ് ഉള്ള പോലെ തോന്നും. പക്ഷെ ആളുകൾ ഒരു സിനിമയാണെങ്കിൽ പോലും ജനങ്ങളറിയാത്ത കഥാപാത്രത്തിനേക്കാൾ ഉപരിയായിട്ട് ആ വ്യക്തിയോട് ഇഷ്ടക്കേട് വരാം. അപ്പോൾ എപ്പോഴും മനുഷ്യ മനസ്സിൻ്റെ എതിർപ്പുകൾ വാങ്ങി വെക്കുന്ന ആളുകൾക്ക് താൽക്കാലികമായിട്ട് ലാഭം പോലെ തോന്നുകയാണെങ്കിൽ അന്തിമമായിട്ട് അവർക്ക് എപ്പോഴും കഷ്ടനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആളുകൾക്ക് നമ്മളോട് എതിർപ്പ് വരാതിരിക്കുക, വിദ്വേഷം അതുപോലെ അസൂയ വരാതിരിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റ രീതികൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം അസൂയ വരുന്നവൻ ഒരിക്കലും രക്ഷപ്പെടില്ല. കാരണം അവൻ്റെ ശക്തി അവനിൽ വെറുതെ വേസ്റ്റായി പോവാന്ന്. പക്ഷെ നമുക്കെതിരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താവും? നമുക്കൊരു തടസ്സമായിട്ട് മാറുന്നൊരവസ്ഥ വരില്ലോ. അപ്പം നമ്മൾ പരമാവധി ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ സ്നേഹം, വിദ്വേഷം ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് വിദ്വേഷം വരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? നമുക്ക് നമ്മളോട് വിദ്വേഷം വരാണെങ്കിൽ
ഓക്കെ. കൂടുതൽ ഈ അസൂയുള്ള ആളുകൾ ഇപ്പോൾ നമ്മളോട് വെറുപ്പ് ഉദ്ദേശം ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ അപകർഷബോധത്തിൻ്റെ കൂടാരങ്ങളായിരിക്കുന്നവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കഴിവിൽ വിശ്വാസമില്ലാത്തവർ, അവർക്ക് പറ്റാത്ത കാര്യം നമ്മൾ ചെയ്യുന്നു. പിന്നെ നമ്മളോട് വെറുപ്പ് ഉദ്ദേശം. അപ്പം അത്തരം ആളുകൾക്ക് മെയിനായിട്ട് അറിവില്ലായ്മയാണെന്ന് യഥാർത്ഥ കാരണം. ഒരു പരിധി വരെ അവർക്ക് അറിവുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ ആൾക്ക് എന്തെങ്കിലും കിട്ടിയെങ്കിൽ നമുക്ക് അസൂയ ഇല്ലയാണ്. പക്ഷെ നമുക്ക് താല്പര്യമില്ലാത്ത ഒരാളോടാണ് ഈ അസൂയ വരുന്നത്, അല്ലേ? അപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നോട്ടത്തിൽ, ഒരു ഭാവത്തിൽ, പ്രവൃത്തിയിൽ അവർക്ക് അറിവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക. അവർക്ക് അറിവ് വരണം. നമ്മളെക്കാൾ അവർക്ക് ഇത്തിരി മെച്ചം വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. കാരണം അവർക്ക് കുറേ അറിവ് കിട്ടി, കുറേ പൈസ കിട്ടി, മെച്ചം വന്നു കഴിഞ്ഞാൽ അവരെന്തുണ്ടാവും, നമ്മളവർ പിന്നെ അസൂയപ്പെടാനായിട്ട് നോക്കില്ല. അവർക്ക് അറിവ് വരിക. നമ്മളെ ഒരിക്കലും അവർ നമുക്കെതിരെ ചിന്തിക്കുന്നു, നമ്മൾ അവർക്കെതിരെ ചിന്തിക്കുക എന്നുണ്ടാവുക. അവരുടെ ശക്തി നമുക്കെതിരെ വരും. പക്ഷെ നമ്മൾ അവർക്കെതിരെ ചിന്തിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നോക്കിണ്ട എപ്പോഴും പരസ്പരം വരുമ്പോൾ ബോംബുണ്ടാക്കി, മിസൈലുണ്ടാക്കി കളിക്കണം. അപ്പോൾ രണ്ടു കൂട്ടർക്കും നശിപ്പാണ്. അവരെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളൊരു നോട്ടത്തിൽ, ഒരു ഭാവത്തിൽ, പെരുമാറ്റത്തിൽ അവരുടെ ആ വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം പരമാവധി കുറച്ചു കൊണ്ടിരുന്ന തരത്തിലുള്ള രീതിയിലുള്ള ചിന്തകൾ നമ്മൾ കൊണ്ടുവരിക. അവർക്ക് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക. അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. അവരോട് ദൈവമേ അവർക്ക് അറിവ് കൊടുക്കണം. നമ്മളോട് വെറുതെ ഒരു കാര്യമില്ലാതെ അവരങ്ങനെ ചിന്തിക്കില്ല. അവർക്ക് അറിവുണ്ടായി കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുക, ചിന്തിക്കുക. അതുപോലെ നമ്മൾ ചെറിയ ചെറിയ പെരുമാറ്റത്തിലൂടെ ആ വൈരാഗ്യം, വെറുപ്പും, വിദ്വേഷം കുറച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതല്ലാണ്ട് യാതൊരു മാർഗ്ഗമില്ല. കാരണം ഇത് മാത്രമാണ് ഇതിൻ്റെ മുന്നിലുള്ള ഏക പോംവഴി. കാരണം ശത്രുവിനെ സ്നേഹിക്കാനാണ് പറഞ്ഞുള്ളത്. മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ ചിന്ത, ആ ചിന്തയാണ് ശത്രു. അത് നമ്മുടെ അമ്മയാവാം, സഹോദരനാവാം, ഭാര്യയാവാം, മക്കളാവാം, അയൽപ്പക്കാരാവാം. കാരണം ഒരു വ്യക്തിയുടെ ചിന്ത നമുക്ക് അനുകൂലമാകുമ്പോഴാണ് ഭാഗ്യം വരുന്നത്, അത് എതിരാകുമ്പോഴാണ് ദോഷം വരുന്നത്. അപ്പോൾ ഒരു മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ ചിന്തയാണ് ശത്രു. അപ്പം നമ്മൾ ശത്രുവിനെ സ്നേഹിക്കാനാണ് പറഞ്ഞുള്ളത്. അപ്പം നമ്മുടെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ മക്കളായിരിക്കാം, അമ്മയായിരിക്കാം, ആരാണെങ്കിലും അവരുടെ ചിന്ത നമുക്ക് എതിരാണെങ്കിലോ, അവരറിയാതെ നമ്മൾക്ക് അവർ നന്മ ആഗ്രഹിക്കുന്നതിന് വരെ നമുക്ക് ദോഷം അവരെ ചിന്ത കൊണ്ട് സംഭവിക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ചിന്തയിലെ മിസ്റ്റേക്ക് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായി അർപ്പണമനത്തോടെ, ക്ഷമയോടെ, സഹനത്തോടെ മുന്നോട്ട് പോയിട്ട് അവരുടെ ചിന്തയിലെ മിസ്റ്റേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ചിന്ത നമുക്കെതിരെ വരാതിരിക്കും. നമ്മുടെ ശക്തിക്ക് അവർ തടസ്സമില്ലാതായി മാറുകയും ചെയ്യും. അങ്ങനെ കോടാനുകോടി ആളുകളിലെ വെറുപ്പും, വിദ്വേഷം, വൈരാഗ്യമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ വിജയിക്കാനുള്ള തന്ത്രം, ഈ തന്ത്രത്തിൽ നമ്മൾ നമ്മുടെ ആഗ്രഹം അതായിട്ട് മാറും, അത് നമ്മുടെ പ്രാർത്ഥനയായിട്ട് മാറും. ഇതല്ലാണ്ട് വേറൊരു വഴിയില്ല. അതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായുള്ള കാര്യം.